തീർച്ചയായിട്ടും അത് ദേവസ്വം വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് മറ്റ് നടപടികളിലേക്ക് കിടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക ഒരു ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2019 അങ്ങ് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ദേവസ്വത്തിന്റെ തീരുമാനം ചെമ്പുപാളി കൈമാറുക എന്നുള്ളതായിരുന്നു. അല്ല അതിനകത്തിപ്പോൾ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ തിരിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അന്വേഷണം നടക്കട്ടെ. അത് സത്യസന്ധമായി തന്നെ നടക്കും. യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ ആരാണെന്നുള്ളത് വെളിയിൽ വരും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതൊന്നും ഇനിയിപ്പോൾ അന്വേഷണം വന്നല്ലോ. അന്വേഷണം പറയട്ടെ. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഒട്ടേറെ ആളുകൾ മെയിൽ അയക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അത് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ, നോക്കാം. അതല്ല, ഇപ്പോൾ ഏത് കാര്യങ്ങളാണെങ്കിലും എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ഞാൻ അയാളുടെ കൂടെ വിദേശയാത്ര നടത്തിയിട്ടുണ്ടെന്നോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയട്ടെ. അതൊക്കെ നമുക്ക് ഈ അന്വേഷണത്തിൽ തെളിയട്ടെ. അത് ഹൈക്കോടതിയുടെ ഉത്തരവാദിത്വത്തിലും മേൽനോട്ടത്തിലുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. സന്തോഷകരമായി അതിനെ സ്വാഗതം ചെയ്യും. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ചെമ്പുപാളിയാണ് കൊടുത്തുവിട്ടതെന്ന് എഴുതി വിട്ടത് തെറ്റാണ് എന്ന് കരുതുന്നു. അങ്ങനെ എഴുതി വെച്ചത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോൾ അത് കോടതി അത് അന്വേഷിച്ചിട്ട് പറയാം. ചെമ്പുപാളി എന്നതാണ് കൊടുത്തുവിട്ടതെന്നാണ് രേഖകളിലുള്ളത്. അത് തെറ്റാണെന്ന് ഇപ്പോൾ അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അന്വേഷണം അന്വേഷണം നടത്തി തെളിയിക്കട്ടെ. നല്ല ഉത്തരവാദിത്തമുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരാണല്ലോ അന്വേഷണം. അവർ നടത്തട്ടെ. കോടതിയുടെ നിയന്ത്രണം ഉണ്ടല്ലോ, മേൽനോട്ടം ഉണ്ടല്ലോ. അവർ നഷ്ടപ്പെട്ടതായിട്ട് അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? അവർ അന്വേഷിക്കട്ടെ. എനിക്കറിഞ്ഞുകൂടാ. നോക്കിയിട്ട് പറയാം.